എല്ലാവർക്കും നമ്മുടെ മിസ്റ്റർ പ്രിൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതുപോലെ നമ്മുടെ ഡാർക്ക് കിങ് വേഴ്സസ് നമ്മുടെ വൈറ്റ് ബിയർഡാണ്. നമ്മുടെ റെയിലിയാണോ നമ്മുടെ വൈറ്റ് ബിയർഡാണോ സ്ട്രോങ്? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇപ്പോൾ ഇതിലെന്ത് പ്രത്യേകിച്ച് പറയാനാ, നമ്മുടെ വൈറ്റ് ബിയർഡ് തന്നെയാണ് പവർഫുൾ എന്ന്. പക്ഷേ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഗോഡ് വാലി നടന്നിരുന്ന സമയത്ത് ആരാണ് സ്ട്രോങ് എന്നാണ്. എന്താണെന്ന് വെച്ചാൽ ആ ടൈമിൽ നമ്മുടെ വൈറ്റ് ബിയർഡ് തൻ്റെ പ്രൈമിലല്ലായിരുന്നു. വൈറ്റ് ബിയർഡിൻ്റെ പ്രൈം ടൈം എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തമായിട്ട് വൈറ്റ് ബിയർഡിന് ഒരു ക്രൂ ഉള്ള ടൈമിലാണ്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ വൈറ്റ് ബിയർഡും നമ്മുടെ റെയിലിയും തമ്മിലൊരു ക്ലാഷ് നടത്തുന്ന ആരായിരിക്കും വിജയിക്കുക, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ വൈറ്റ് ബിയർഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആ ടൈമിലെ സ്ട്രോങ്ങസ്റ്റ് പൈററ്റ് ആയിരുന്ന നമ്മുടെ ഡേവിഡി സെവക്കിൻ്റെ റൈറ്റ് ഹാൻഡ് മാൻ ആയിരുന്നു നമ്മുടെ വൈറ്റ് ബിയർഡ്. എന്നാൽ നമ്മുടെ റെയിലി ആയിക്കോട്ടെ നമ്മുടെ റോജറിൻ്റെ റൈറ്റ് ഹാൻഡ് മാനും. ഇനി പിന്നെ രണ്ടുപേരെ നമ്മൾ പ്രത്യേകിച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം വൈറ്റ് ബിയർഡിനെ കുറിച്ച് തന്നെ നോക്കാം. നമ്മുടെ വൈറ്റ് ബിയർഡിൻ്റെ കയ്യിലായിക്കോട്ടെ ഗോറു നോമി എന്ന് പറയുന്ന ഒരു ഡെവിൾ ഫ്രൂട്ട് ഉണ്ട്. പിന്നെ അതും പോരാഞ്ഞിട്ട് നമ്മുടെ വൈറ്റ് ബിയർഡ് 3 ടൈപ്പ് ഹാക്കിയിൽ മാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം വൺ പീസിൽ ഒരുപാട് സുപ്രീം ഗ്രേഡ് ബ്ലേഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ 3rd സ്ട്രോങ്ങസ്റ്റ് ബ്ലേഡ് ഉള്ളത് നമ്മുടെ വൈറ്റ് ബിയർഡിൻ്റെ കയ്യിലാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ വൈറ്റ് ബിയർഡിൻ്റെ എല്ലാം തന്നെ ടോപ്പ് ടിയർ സാധനങ്ങളാണ്. ഡെവിൾ ഫ്രൂട്ട് ആയിക്കോട്ടെ, വെപ്പൺ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഹാക്കി ആയിക്കോട്ടെ, എല്ലാം ടോപ്പ് ടിയറാണ്. അതുകൊണ്ട് തന്നെ ആ ടൈമിൽ നമ്മുടെ വൈറ്റ് ബിയർഡ് അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്രയും പവർ ഉണ്ടെങ്കിലും നമ്മുടെ ഗോഡ് വാലി ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് വൈറ്റ് ബിയർഡ് തൻ്റെ പ്രൈമിലായിരിക്കില്ല എന്നാണ്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വൈറ്റ് ബിയർഡിനെ നിങ്ങൾ നെഞ്ചത്തൊരു സ്കാർ കണ്ടിട്ടില്ലേ, ആ സ്കാർ കൊടുക്കണമെങ്കിൽ വൈറ്റ് ബിയർഡും നമ്മുടെ ഗോഡ് വാലിയിൽ ഫൈറ്റ് ചെയ്തിട്ടുള്ള ഓപ്പണൻറ്റ് എത്രമാത്രം പവർഫുൾ ആയിരിക്കും എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ വൈറ്റ് ബിയർഡ് ഗോഡ് വാലി നടക്കുന്ന സമയത്ത് തൻ്റെ പ്രൈമിലായിരുന്നില്ല എന്ന്. ഇനി നമുക്ക് നമ്മുടെ റെയിലി, നമ്മുടെ ഗോഡ് വാലിയിലുള്ള റെയിലിനല്ല നോക്കുന്നത്, പ്രൈം റെയിലിനെയാണ്. നമുക്ക് റെയിലിനെ കുറിച്ചും കൂടുതലൊന്നും അറിയില്ല. എന്നാലും നമ്മുടെ റോജർ പൈററ്റ്സും നമ്മുടെ വൈറ്റ് ബിയർഡ് പൈററ്റ്സും തമ്മിൽ നടന്ന ഫൈറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ മാർക്കോനെ ഒരു ഫിംഗർ കൊണ്ടാണ് നമ്മുടെ റെയിലി സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റെയിലി നമ്മുടെ വൈറ്റ് ബിയർഡിൻ്റെ റൈറ്റ് ഹാൻഡ് മാനെക്കാട്ടോ എത്രയോ പവർഫുൾ ആണെന്ന് നമുക്ക് അതിലൂടെ തന്നെ കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്യാരക്ടർ നമ്മുടെ ഗോഡ് വാലിയിലുള്ള വൈറ്റ് ബിയർഡുമായിട്ട് ഫൈറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? നമ്മുടെ റെയിലിക്കായിക്കോട്ടെ 3 ടൈപ്പ് ഓഫ് ഹാക്കി ഉണ്ട്, അതുപോലെ തന്നെ ഒരു നല്ലൊരു ബ്ലേഡും ഉണ്ട്. ആ ബ്ലേഡിനെ കുറിച്ച് കൂടുതലൊന്നും റിവീൽ ചെയ്തിട്ടില്ലെങ്കിലും ഏതെങ്കിലും ഒരു സുപ്രീം ബ്ലേഡ് തന്നെ ആവാനാണ് ചാൻസ് കൂടുതൽ. നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഓൾഡ് ഏജിൽ പോലും നമ്മുടെ റെയിലി എത്ര നല്ല രീതിക്കാണ് കോങ്കറർ ഹാക്കിയൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റെയിലിയുടെ ഹാക്കി കൺട്രോൾ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരുന്നു നമുക്കിതിലൂടെ മനസ്സിലാക്കാം. പക്ഷേങ്കിൽ ഈ ഒരു ഫീറ്റ് കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ റെയിലി നമ്മുടെ വൈറ്റ് ബിയർഡിനെക്കാളും സ്ട്രോങ് ആണെന്ന് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ വൈറ്റ് ബിയർഡ് അത്രമാത്രം പവർഫുള്ളാണ്. കോങ്കറർ ഹാക്കി ഉണ്ട്, അതുപോലെ തന്നെ ഡെവിൾ ഫ്രൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ സുപ്രീം ബ്ലേഡ് ഉണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വൈറ്റ് ബിയർഡ് നമ്മുടെ റെയിലിനേക്കാളും 1 ഇഞ്ച് മുകളിൽ തന്നെയാണ് ഉള്ളത്, തൻ്റെ പ്രൈമിലല്ലെങ്കിലും. എന്നാലും ഈ ഒരു ഫൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഡ്രോയിൽ അവസാനിപ്പിക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റെയിലിനെയും ഗബാനെയും കൊണ്ടൊക്കെ പറയുന്നത് നമ്മുടെ ഏകദേശം റോജറിൻ്റെ അത്ര തന്നെ പവർഫുൾ ആണെന്നാണ്. അപ്പോൾ നമ്മുടെ റെയിലി എന്തായാലും നമ്മുടെ പ്രൈമല്ലാത്ത വൈറ്റ് ബിയർഡുമായിട്ട് ഫൈറ്റ് ചെയ്താൽ അറ്റ്ലീസ്റ്റ് ഡ്രോ എങ്കിലും പിടിക്കും. ഇനി നമ്മുടെ പ്രൈം റെയിലിയും അതുപോലെ തന്നെ പ്രൈം വൈറ്റ് ബിയർഡും ഫൈറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും വൈറ്റ് ബിയർഡ് ജയിക്കും. അതേ കാര്യം തന്നെ നമുക്ക് ഓൾഡ് ഏജിലുള്ള റെയിലിനെ വൈറ്റ് ബിയർഡിൻ്റെ കാര്യത്തിലും പറയാം. അപ്പോൾ ഇത്രയാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ വിളിക്കുക, ഓൾ നോട്ടിഫിക്കേഷൻ എടുത്ത് മറ്റൊരു മറ്റൊരു കാണുന്നവരെ ബൈ. അതുപോലെ തന്നെ മഴേൻ്റെ സൗണ്ട് വല്ലാതെ ഉണ്ട്, അതെനിക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ.